ഹലോ ഗൈസ്, എൻ്റെ പേര് മനീഷ എന്നാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ജൂനിയർ ഡോക്ടർ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ജോക്കല്ല, ജോക്സ് അപ്പാർട്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജൂനിയർ ഡോക്ടർ എന്നാണ്. ഞാൻ അധികം അങ്ങനെ ഓൺ വോയിസ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ട്, റയർലി ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം. പിന്നെ എനിക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നെന്തോ എനിക്കിങ്ങനെ കുറച്ച് സംസാരിക്കണം അങ്ങനെയൊക്കെ തോന്നും. ഒന്നുമില്ല പ്രത്യേകിച്ച് സംസാരിക്കാൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെപ്പറ്റി തന്നെയാണ് സംസാരിക്കാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണത്. എനിക്ക് യൂട്യൂബ് ചാനലൊന്ന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താലോ എന്നുണ്ട്. അതായത് ഞാൻ യൂട്യൂബിൽ നന്നായിട്ട് വീഡിയോസ് കാണുന്ന ഒരാളാണ്. അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒറിജിനൽ റിവ്യൂസും നമുക്കിങ്ങനെ അവരെ കണ്ട് ഇടയ്ക്കൊരു ദിവസത്തിൽ അവരെ കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. കല്യാണി ചേച്ചി ഉണ്ട്, അതുപോലെ തന്നെ ട്വിൻ സ്റ്റാർസ്, രവീന ചേച്ചി, അങ്ങനെ കുറേ പേരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ചാനൽസാണ്. അങ്ങനെ വലിയ പ്രത്യേകിച്ച് എന്താ പറയുക, എന്ത് മാറ്റർ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ അവർ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് പറയുന്നതും അവരുടെ ഫാമിലി, അവരുടെ ആ ബോണ്ടിങ്, അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലും ഷെയർ ചെയ്യുന്നത്. അങ്ങനെ വല്ലാണ്ട് നെഗറ്റീവായിട്ടൊന്നും അങ്ങനെ ഷെയർ ചെയ്യുന്നൊരു കൂട്ടരല്ല. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ സൂര്യ വിനീഷ് എന്ന് പറയുന്നത്, ആ ചേച്ചി ഈ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്, അതായത് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങണം, ചാനലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്, സോറി കേട്ടോ ചേച്ചിനെ വിളിക്കാൻ പാടില്ല, ഞാനും സെയിം ഏജാണ്, എനിക്കും 26 ഇയറാണ്, സൂര്യ ചേച്ചിക്കും 26, സൂര്യയ്ക്കും 26 ആണ്. അപ്പോൾ സൂര്യ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷം തോന്നി. അതായത് നന്നായിട്ട്, അതായത് ബാക്കിയുള്ളവരും അതിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടും വൈകിക്കേണ്ടെന്നൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ സംസാരിക്കില്ലേ, അതുപോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ആൾക്കറിയാവുന്ന കാര്യങ്ങൾ ആൾ ഷെയർ ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കും എന്താ പറയുക, യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നത്. അപ്പോൾ എൻ്റെ പേര് മനീഷ, ഞാനൊരു BAMS ഡോക്ടറാണ്. പക്ഷേ ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. 25-ലാണ് ഞാൻ പാസ് ഔട്ട് ആയത്. ഇപ്പോൾ 26 ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഞാനൊരു കോഴ്സ് കൂടെ പഠിക്കുന്നുണ്ട്, മെഡിക്കൽ കോഡിങ് പഠിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് റീഷിത്ത് എന്നാണ്. ആൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആയുർവേദം അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അതായത് ബാൻഡൊന്നുമല്ല, അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസും വേക്കൻസീസും ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ജോബ്ലെസ് ആയിട്ട് ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ കരിയറിൻ്റെ കൂടെ ലൈഫും കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അതായത് ഞാൻ കരിയർ മാത്രമല്ല ഫോക്കസ് ചെയ്യണം, അതിൻ്റെ കൂടെ ഒരു ഫാമിലി ലൈഫിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോഡിങ് എടുത്തത്. അപ്പോൾ അതാണ് എന്നെക്കുറിച്ചുള്ളൊരു ഇത്. എൻ്റെ വീട്ടിൽ എനിക്കൊരു അനിയനുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഞങ്ങൾ 2 മക്കൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അനിയൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ അവർക്കൊരു സിസ്റ്ററുണ്ട്. സിസ്റ്ററൊക്കെ പുറത്ത് തന്നെയാണ് അവർ സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഇവിടെ അച്ഛനും അമ്മയും ഞാനുമാണ് ഇപ്പോൾ കറൻലി ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ വൈകാതെ തന്നെ ഏട്ടൻ്റെ അടുത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രിപ്പറേഷൻസുമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇതാണ് ഞാൻ. അപ്പോൾ എനിക്കിവിടെ മുന്നോട്ട് തുടർന്ന് യൂട്യൂബ് ചാനൽ നല്ല രീതിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അതിൽ എന്തൊക്കെ കണ്ടൻസ് ഇടണം, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഗാഢമായി ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹം. ഈ ആഗ്രഹങ്ങൾ നടക്കണം, അതിനെനിക്ക് പരിശ്രമിക്കണം. അതിലൊരു മടിയോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിശ്രമിക്കണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. അപ്പോൾ ഇതാണ് ഞാൻ.